നമ്മളെല്ലാവരും എൻകൗണ്ടേഴ്സ്, ഗ്യാങ്സ്റ്റേഴ്സ്, പവർഫുൾ ആയിട്ടുള്ള ആളുകളെക്കുറിച്ചൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. പക്ഷേ ആതിഖ് അഹമ്മദിനെ കുറിച്ച് പൊളിറ്റിക്കൽ പാർട്ടീസും ലീഡേഴ്സും പാർലമെന്റിൽ പോലും എന്തുകൊണ്ടായിരിക്കും സംസാരിച്ചത്? എന്ത് നിർബന്ധം കാരണമായിരിക്കും ക്രൂഡ് ബോംബ് വരെ എറിഞ്ഞു എന്ന ആരോപണമുള്ള ഒരാൾ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ന്യൂക്ലിയർ ഡീലിനു വേണ്ടി പാർലമെന്റിൽ വോട്ടിംഗിൽ പങ്കെടുത്തത്? ഒരുപാട് നിയമങ്ങൾ ബ്രേക്ക് ചെയ്യുകയും കൊലപാതകങ്ങൾ നടത്തുകയും ചെയ്തു എന്ന ആരോപണം നേരിടുന്ന ഒരാളെ ഓണറബിൾ MP ആക്കി പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കാൻ മാത്രം ആ സമയത്ത് എന്താണ് സംഭവിച്ചത്? അതും ലോ ബ്രേക്ക് ചെയ്തു എന്ന ആരോപണം നേരിടുന്ന അയാളെ തന്നെ ആ സ്ഥലത്തെ നിയമങ്ങൾ ആരും ബ്രേക്ക് ചെയ്യുന്നില്ലെന്ന് നോക്കാനേൽപ്പിച്ചു. എങ്ങനെയാണ് ഒരു കുതിരവണ്ടിക്കാരന്റെ മകൻ 11,000 കോടി രൂപയുടെ പ്രോപ്പർട്ടി ഉണ്ടാക്കിയത്? ഇതിനൊക്കെ പുറമെ സാധാരണക്കാർ എന്തുകൊണ്ടാണ് ഈ ആളെ തന്നെ 5 തവണ MLAയും 1 തവണ MP വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്തത്? ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാമാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പണ്ട് അലഹബാദ് എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ പ്രയാഗ്രാജിൽ കസാരി മസാരി എന്ന് പറഞ്ഞ ഒരു ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ ഹാജി ഫിറോസ് അഹമ്മദ് എന്ന ഒരു ദരിദ്രനായ കുതിരവണ്ടിക്കാരനുണ്ടായിരുന്നു. 1962 ഓഗസ്റ്റ് 10 ഈ കുതിരവണ്ടിക്കാരന്റെ മകനായാണ് ആതിഖ് അഹമ്മദ് ജനിക്കുന്നത്. വീട്ടിലെ മൂത്ത മകനായിരുന്നു ആതിഖ്. അഷ്റഫ് എന്നാണ് ആതിഖിന്റെ ഒരു സഹോദരന്റെ പേര്. ഖാലിദ് ആസിം എന്നാണ് അഷ്റഫ് അറിയപ്പെടുന്നത്. സഹോദരനെ കൂടാതെ അയാൾക്ക് 2 സഹോദരിമാർ കൂടി ഉണ്ടായിരുന്നു. ഇവരുടെ വീട് ദാരിദ്ര്യം കാരണം ഒരുപാട് കഷ്ടത്തിലായിരുന്നു. ആതിഖിനാണെങ്കിൽ പഠനത്തിൽ തീരെ താല്പര്യവുമില്ല. അങ്ങനെ 8ാം ക്ലാസ് കഴിഞ്ഞതോടെ ആതിഖ് കൽക്കരി മോഷ്ടിച്ച് വിൽക്കുന്ന ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആതിഖിന്റെ സ്ഥലത്തുകൂടെ കൽക്കരിയും കൊണ്ട് കടന്നു പോകുന്ന ഗുഡ്സ് ട്രെയിനുകളിൽ നിന്നും കൽക്കരി മോഷ്ടിച്ച് ആതിഖ് അത് വിൽക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഒരുപാട് ലാഭമുണ്ടാകാൻ തുടങ്ങിയപ്പോൾ ആതിഖ് ആ ഏരിയയിലെ കൂടുതൽ പയ്യന്മാരെ തന്റെ ഒപ്പം ചേർത്തു. ഒരു രീതിയിൽ ആതിഖ് അവരുടെ നേതാവായി മാറി. അതിനു പുറമെ ആതിഖ് ആ സമയത്ത് കുറച്ചു നാളത്തേക്ക് ആ ഏരിയയിലെ MP ആയിരുന്ന സലീം ഷെർവാനിക്ക് വേണ്ടി ബൗൺസറായും ജോലി ചെയ്തിരുന്നു. ഇതിനൊക്കെ ഇടയിൽ അയാൾ എങ്ങനെയൊക്കെയോ 10ാം ക്ലാസ് എക്സാം എഴുതിയെങ്കിലും എക്സാമിൽ തോറ്റുപോയി. അതിനുശേഷം അയാൾ പൂർണ്ണമായിട്ടും കൽക്കരി ബിസിനസ്സിലേക്ക് ശ്രദ്ധ തിരിച്ചു. 17ാമത്തെ വയസ്സിലാണ് അയാൾ 10ാം ക്ലാസ് എക്സാം എഴുതി തോറ്റത്. അതേ വർഷം തന്നെ 1979 അയാളുടെ പേരിൽ ആദ്യത്തെ കൊലപാതകത്തിന്റെ ആരോപണമുയർന്നു. കൽക്കരി ബിസിനസ്സുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു ആ കേസ് ഉണ്ടായത്. കുൽദാബാദ് പോലീസ് സ്റ്റേഷനിൽ അയാളുടെ പേരിൽ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തു. 1979 മുതൽ 1983 വരെ ആതിഖ് തന്റെ കൽക്കരി ബിസിനസ്സിനൊപ്പം എക്സ്റ്റോഷൻ, അതായത് കൊള്ളയടിക്കാനും തുടങ്ങി. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ വളരെ ചെറിയ ലെവലിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ആ സെയിം സമയത്ത് ആ സെയിം ഏരിയയിൽ മറ്റൊരു വലിയ ഗ്യാങ്സ്റ്ററും ഉണ്ടായിരുന്നു. ഷോക്ക് ഇലാഹി എന്നായിരുന്നു അയാളുടെ പേര്. എല്ലാവരും അയാളെ ചാന്ദ് ബാബ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ചാന്ദ് ബാബ ആ ഏരിയയിലെ ഏറ്റവും വലിയ ഡോൺ ആയിരുന്നു. അയാളുടെ ഓർഡർ അനുസരിച്ചായിരുന്നു ആ ഏരിയയിലെ കാര്യങ്ങളെല്ലാം നടന്നു പോന്നിരുന്നത്. ചാന്ദ് ബാബയുടെ ഏരിയയിലേക്ക് പോലീസ് പോലും പോകില്ലായിരുന്നു. പൊളിറ്റിക്കലി അയാൾ ഭയങ്കര പവർഫുൾ ആയിരുന്നുവെന്നും നേതാക്കന്മാർ അയാളെ സപ്പോർട്ട് ചെയ്തിരുന്നു എന്നുമാണ് പറയുന്നത്. പോലീസുകാർ അയാളുടെ ഗ്യാങ്ങിലെ ആരെയും ഒന്ന് തൊടാൻ പോലും ധൈര്യപ്പെടില്ലായിരുന്നു. 1988 ആ ഏരിയയിൽ നവരംഗ് സിംഗ് എന്ന് പറഞ്ഞ ഒരു പുതിയ പോലീസ് ഓഫീസർ ചാർജ് എടുത്തു. ചാന്ദ് ബാബയെ അയാളുടെ ഏരിയയിൽ പോയി പിടിക്കാൻ നോക്കിയ ആദ്യത്തെ പോലീസുകാരൻ നവരംഗ് സിംഗ് ആയിരുന്നു. പക്ഷേ അന്ന് ചാന്ദ് ബാബ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു പോയി. പക്ഷേ അന്ന് ആ രാത്രി തന്നെ ചാന്ദ് ബാബ ആ പോലീസ് സ്റ്റേഷൻ പതിയിരുന്ന് ആക്രമിച്ചു. ഒരുപാട് മണിക്കൂറുകൾ 4 സൈഡിൽ നിന്നും ആ സ്റ്റേഷനിലേക്ക് വെടിയുണ്ടകളും ബോംബുകളും വന്നുകൊണ്ടേയിരുന്നു. ചാന്ദ് ബാബയ്ക്ക് ബോംബ് നിർമ്മിക്കാൻ ഒരു പ്രത്യേക സ്റ്റൈൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അയാളെ ബംബാസ് എന്നും വിളിച്ചിരുന്നു. അയാളുടെ ആളുകൾ ബോംബ് നിർമ്മിക്കാനുള്ള സാധനങ്ങൾ ഒരു ബാഗിലാക്കി കയ്യിൽ സൂക്ഷിക്കും. എന്നിട്ട് ഓൺ ദി സ്പോട്ട് ബോംബ് ഉണ്ടാക്കി അതെറിയുമായിരുന്നു. ക്രൂഡ് ഉപയോഗിച്ചായിരുന്നു അയാൾ അവ നിർമ്മിച്ചിരുന്നത്. ആതിഖ് ഈ സമയം വളരെ ചെറിയ ലെവലിൽ തന്റെ ഗ്യാങ്ങിനൊപ്പം വർക്ക് ചെയ്യുകയായിരുന്നു. ഈ സെയിം ടൈം സെയിം സ്ഥലത്ത് ചാന്ദ് ബാബയും അയാളുടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആതിഖ് അഹമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. അയാളുടെ പേരിൽ NSA, അതായത് നാഷണൽ സെക്യൂരിറ്റി ആക്ട് അനുസരിച്ച് കേസെടുത്തു. സത്യത്തിൽ എൻറ്റയർ UPയിൽ ഗ്യാങ്സ്റ്റർ ആക്ട് ചാർജ് ചെയ്ത ആദ്യത്തെ ആൾ ആതിഖ് അഹമ്മദ് ആയിരുന്നു. ഈ സമയത്ത് ആതിഖിനോട് ആരോ പറഞ്ഞു കൊടുത്തു ചാന്ദ് ബാബയ്ക്കല്ലാതെ ഈ നാട്ടിലെ മറ്റാർക്കും തന്നെ രക്ഷിക്കാൻ പറ്റില്ല എന്ന്. ഈ ഒരു സിറ്റുവേഷനിലാണ് ആതിഖ് ചാന്ദ് ബാബയെ മീറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അയാളോട് സഹായം ചോദിക്കും. ഈ ഒരു ആവശ്യത്തിനു വേണ്ടി ചാന്ദ് ബാബ ഡൽഹിയിലെ സോഴ്സസ് ഉപയോഗിച്ചുവെന്നും അന്ന് തന്നെ ആതിഖിനെ സ്റ്റേഷനിൽ നിന്നും റിലീസ് ചെയ്തുവെന്നുമാണ് പറയുന്നത്. ചാന്ദ് ബാബ ആതിഖിൽ നല്ല ടാലന്റ് കാണുകയും അയാളെ തന്റെ ഒപ്പം നിർത്തുകയും ചെയ്തു. അത് കഴിഞ്ഞ് ആതിഖ് ചാന്ദ് ബാബയ്ക്കൊപ്പം ചേർന്ന് കൂടുതൽ പവർഫുള്ളായി. ആതിഖിന് പോലീസിലുണ്ടായിരുന്ന ഭയവും ഇപ്പോൾ ഇല്ലാതായിരുന്നു.
ചാന്ദ് ബാബയ്ക്കൊപ്പം ചേർന്ന് അയാൾ എല്ലാ കാര്യങ്ങളും പഠിച്ചെടുത്തു. ബോംബ് എങ്ങനെയാണ് നിർമ്മിക്കേണ്ടതെന്ന് തുടങ്ങി ആയുധങ്ങളുടെ സപ്ലൈ എങ്ങനെയാണെന്ന് വരെ അയാൾ പഠിച്ചു. കൊള്ളയടിക്കാനുള്ള പല രീതികൾ അയാൾ മനസ്സിലാക്കി. ചാന്ദ് ബാബ ചെറിയ ചെറിയ ഇലക്ഷൻസിലും പങ്കെടുക്കാറുണ്ടെന്ന് ആത്തിക്കിന് മനസ്സിലായി. ആത്തിക് അത് കണ്ട് തനിക്കും ഇലക്ഷനിൽ മത്സരിക്കണമെന്ന് പറഞ്ഞു. ഈ കാര്യം പറഞ്ഞ് അവർ രണ്ടുപേരുടെയും ഇടയിൽ ഒരു ഡിസ്പ്യൂട്ട് ഉടലെടുത്തു. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ പിരിഞ്ഞു. പക്ഷേ ആത്തിക് അഹമ്മദ് നല്ല സ്മാർട്ടായിരുന്നു. അയാൾ എല്ലാ കാര്യങ്ങളും ചാന്ദ് ബാബയ്ക്കൊപ്പം നിന്ന് പഠിച്ചെടുത്തു. എന്നിട്ട് അയാൾ ചാന്ദ് ബാബയ്ക്ക് തന്നെ ഒരു കോമ്പറ്റീഷനായി മാറി. അങ്ങനെ 1989 അസംബ്ലി ഇലക്ഷൻസ് വന്നു. ആത്തിക്കിന് ഒരു പാർട്ടിയും ടിക്കറ്റ് കൊടുക്കാത്തതുകൊണ്ട് അയാൾ ഒരു ഇൻഡിപെൻഡന്റ് പാർട്ടി ഉണ്ടാക്കി മത്സരിക്കാൻ നിന്നു. മറുവശത്ത് ചാന്ദ് ബാബയും അതേ സ്ഥലത്ത് അതേ സീറ്റിനു വേണ്ടി മത്സരത്തിന് നിന്നിരുന്നു. ഇലക്ഷനിൽ നിന്നും പിന്മാറണമെന്ന് പറഞ്ഞ് ചാന്ദ് ബാബ ആത്തിക്കിനെ ഭീഷണിപ്പെടുത്തി. പക്ഷേ ആത്തിക് ഭീഷണികൾക്കൊന്നും വഴങ്ങിയില്ല. കാരണം ചാന്ദ് ബാബയ്ക്ക് എതിരെയുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് ആത്തിക്കിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ ഈ ഒരു ഇലക്ഷന്റെ സമയം മുഴുവനും ചാന്ദ് ബാബയുടെയും ആത്തിക്കിന്റെയും ഗ്യാങ്ങുകൾ തമ്മിൽ അക്രമങ്ങൾ ഉണ്ടായി. പക്ഷേ അവസാനം ആത്തിക് തന്നെ ഇലക്ഷൻ ജയിച്ചു. അതിന് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ചാന്ദ് ബാബയുടെ കൊലപാതകവും നടന്നു. അങ്ങനെ ആത്തിക് MLA ആയി. അതിനൊപ്പം അയാൾ ചാന്ദ് ബാബയുടെ എല്ലാ നിയമവിരുദ്ധ ബിസിനസ്സുകളും ഏറ്റെടുക്കുകയും ചെയ്തു. ഈ ഗ്യാങ്സ്റ്റേഴ്സിന്റെ എല്ലാം ഗ്യാങ്ങുകളിൽ ഹിന്ദു, മുസ്ലിം തുടങ്ങി എല്ലാ ജാതിയിലും മതത്തിലുമുള്ള ആളുകളുണ്ടായിരുന്നു. ആക്രമണങ്ങൾ നടത്തുമ്പോഴും അവരാരും ജാതിയോ മതമോ ഒന്നും നോക്കിയിരുന്നില്ല. എല്ലാ ജാതിയിലും മതത്തിലും ഉള്ളവരുമായി അവർ ക്രൈംസ് നടത്തിയിരുന്നു. ആരുടെ അടുത്താണ് പണമുള്ളത് ആ ആളുകളുമായി അവർ ക്രൈം ചെയ്തു. 1989 ആത്തിക് MLA ആയി. അതിനുശേഷവും, അതായത് 1989 മുതൽ 2004 വരെ തുടർച്ചയായി ഇലക്ഷൻസ് ജയിച്ച് അയാൾ 5 തവണ MLA ആയി. വലിയ വലിയ പാർട്ടികളുടെ നേതാക്കളെ തോൽപ്പിച്ച് തുടർച്ചയായി 5 തവണ MLA ആകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അന്ന് അവിടെയൊക്കെ ഇലക്ഷൻസ് പണവും പവറും ഉപയോഗിച്ചായിരുന്നു ജയിച്ചിരുന്നത് എന്നും ആ ടൈമിൽ ആത്തിക്കിന്റെ കൈവശം അത് രണ്ടും ധാരാളം ഉണ്ടായിരുന്നു താനും എന്നാണ് പറയുന്നത്. കൊള്ളയടിക്കലും വസ്തു കൈവശമാക്കലും വഴി ആത്തിക് ഒരുപാട് പണം ഉണ്ടാക്കിയിരുന്നു. അതിനൊപ്പം ഇലക്ഷൻ ടാക്സ് എന്ന പേരിൽ അയാൾ ബിസിനസ്മെൻ, ബിൽഡേഴ്സ്, ഫാക്ടറി ഓണേഴ്സ്, ഹോസ്പിറ്റൽ ഓണേഴ്സ്, വലിയ റീറ്റെയിൽ ഷോപ്പ് ഓണേഴ്സ് എന്നിവരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിരുന്നുവെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. അതുകൂടാതെ ഇലക്ഷന്റെ ടൈമിൽ ബൂത്ത് ക്യാപ്ചറിംഗ്, ഒപ്പം മറ്റുള്ള സ്ഥലത്തു നിന്നും ആളുകളെ ട്രക്കുകളിൽ കൊണ്ടുവന്ന് കള്ള വോട്ട് ചെയ്യിപ്പിച്ചു എന്നും അലിഗേഷൻസ് വന്നിട്ടുണ്ട്. വലിയ വലിയ പൊളിറ്റിക്കൽ പാർട്ടീസിന് വേണ്ടി പാർട്ടി ഫണ്ട് എന്ന പേരിൽ വളരെ ഈസിയായി അയാൾ കോടികൾ കളക്ട് ചെയ്യുമായിരുന്നു. അയാളുടെ ഒരൊറ്റ വാക്കിന് തോക്കേന്ത്യ ഒരു വൻ ജനക്കൂട്ടത്തെ തന്നെ ഒന്നിച്ചു കൂട്ടാൻ സാധിക്കുമായിരുന്നു. യഥാർത്ഥത്തിൽ 1995 BSP നേതാവ് മായാവതിക്ക് നേരെ ഉണ്ടായ ഗസ്റ്റ് ഹൗസ് സ്കാൻഡൽ, അതായത് മായാവതിക്ക് അന്നത്തെ ആക്രമണം കാരണം റൂമിൽ തന്നെ സ്റ്റേ ചെയ്യേണ്ടി വന്നു. ഈ അറ്റാക്കിന്റെ ആരോപണവും ആത്തിക്കിന്റെ മേലെയാണ് വന്നത്. ഈ ഒരു ഇൻസിഡന്റിന് ശേഷം ആത്തിക് ആ ഏരിയയിൽ ഒന്നുകൂടി കുപ്രസിദ്ധി നേടി. അന്നത്തെ മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടീസും ആത്തിക്കിൽ ഒരു ടാലന്റ് കണ്ടു. അതുകൊണ്ട് എല്ലാ പാർട്ടിയും ആത്തിക് അഹമ്മദിനെ തങ്ങൾക്കൊപ്പം നിർത്താൻ ആഗ്രഹിച്ചു. 2004 സമാജ്വാദ് പാർട്ടി ആത്തിക്കിന് ഫൂൽപൂർ സീറ്റിൽ നിന്നും ലോക്സഭയിലേക്കുള്ള ടിക്കറ്റ് നൽകി. അയാൾ ആ സീറ്റിൽ വിജയിക്കുകയും ചെയ്തു. ഈ ഇലക്ഷൻ ജയിച്ചതുവഴി അയാൾ MLA-യിൽ നിന്നും MP ആയി മാറി. ആത്തിക് MP ആയ ഫൂൽപൂറിലെ സീറ്റ് ഏതെങ്കിലും ഒരു ചെറിയ സീറ്റായിരുന്നില്ല. ഈ സീറ്റിൽ നിന്നുമാണ് ജവഹർലാൽ നെഹ്റു ജയിച്ച് പാർലമെന്റിലേക്ക് എത്തുന്നതും പിന്നീട് PM ആയതും. അദ്ദേഹത്തിന്റെ സഹോദരിയും ഇതേ സീറ്റിൽ നിന്നുമാണ് മത്സരിച്ചത്. അതുകൂടാതെ VP സിംഗും ഇതേ സീറ്റിൽ നിന്ന് വിജയിച്ചാണ് പ്രൈം മിനിസ്റ്റർ ആയത്. ഇതുകൊണ്ടൊക്കെ ഫൂൽപൂർ ഒരു നോർമൽ സീറ്റ് അല്ലായിരുന്നു. ആത്തിക്കിന്റെ ഇവിടെ നിന്നുള്ള വിജയവും അത്ര ചെറുതല്ലായിരുന്നു. ഒരു കാൻഡിഡേറ്റിന് ഒരേ സമയം MLA-യും MP-യും ആകാൻ കഴിയില്ല എന്നുള്ള കാര്യം അറിയാമല്ലോ. അതുകൊണ്ട് ആത്തിക് MLA സീറ്റിൽ നിന്ന് മാറി MP സീറ്റ് തിരഞ്ഞെടുത്തു. ഈ വേക്കൻ്റായ MLA സീറ്റിന് വേണ്ടി വീണ്ടും ബൈ ഇലക്ഷൻസ് നടക്കും. ആത്തിക്കിന് എന്തായാലും MLA ആകാൻ പറ്റില്ലാത്തത് കാരണം അയാൾ ഖാലിദ് ആസിം എന്നറിയപ്പെട്ടിരുന്ന തൻ്റെ സഹോദരൻ അഷ്റഫിനെ ആ സീറ്റിലേക്ക് മത്സരിപ്പിച്ചു. ഒക്ടോബർ 2004 അഷ്റഫ് ഈ സീറ്റിലേക്ക് മത്സരിച്ചത്. ഇതേ സീറ്റിലേക്ക് BSPയുടെ രാജു പാലും മത്സരിക്കുന്നുണ്ടായിരുന്നു. രാജു പാൽ 4000 വോട്ടിന് അവിടെ നിന്നും ജയിച്ചു. ഈ കാര്യം ആത്തിക്കിന് തീരെ ഇഷ്ടമായില്ല. പക്ഷെ രാജു പാലും അത്ര ചെറിയ ആളൊന്നുമല്ലായിരുന്നു. ആ ഏരിയയിലെ പല ഗ്യാങ്ങുകളുമായി രാജു പാലിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. അനീസ് പെഹൽവാൻ എന്ന് പറഞ്ഞ ആൾ അവിടുത്തെ ഒരു ലോക്കൽ ഫിഗർ ആയിരുന്നു. അയാൾക്ക് ആത്തിക് അഹമ്മദുമായി ബന്ധമുണ്ടായിരുന്നു. ഈ അനീസ് പെഹൽവാനെ കൊന്നത് രാജു പാൽ ആണെന്നാണ് ആരോപണമുയർന്നത്. പക്ഷേ കോർട്ടിൽ ഈ ആരോപണം പ്രൂവ് ആയില്ല. 2004 ഒക്ടോബറിൽ രാജു പാൽ ഇലക്ഷൻ ജയിച്ചു. അതിന് തൊട്ടടുത്ത മാസം രാജു പാലിന് നേരെ ആക്രമണം നടക്കുകയാണ്. പക്ഷേ അന്ന് അയാൾ എങ്ങനെയോ രക്ഷപ്പെട്ടു. ഡിസംബറിൽ വീണ്ടും അയാൾക്ക് നേരെ ആക്രമണമുണ്ടായി. അപ്പോഴും രാജു പാൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഈ ഒരു സംഭവം നടന്നു കഴിഞ്ഞ അടുത്ത മാസം, അതായത് 2005 ജനുവരി 16
പൂജ പാലുമായുള്ള രാജു പാലിന്റെ വിവാഹം നടന്നു. വിവാഹം കഴിഞ്ഞ് 9-ാം ദിവസം 2005 ജനുവരി 26-ന് രാജു പാൽ തന്റെ കുറച്ച് ആളുകൾക്കൊപ്പം 2 വാഹനങ്ങളിലായി വൈകുന്നേരം 3 മണിക്ക് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കാൻ വേണ്ടി തന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. അയാൾക്കൊപ്പം അയാളുടെ അടുത്ത സുഹൃത്തായ ലോയർ ഉമേഷ് പാലും ഉണ്ടായിരുന്നു. അങ്ങനെ രാജുപാൽ വാഹനത്തിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആ പട്ടാപ്പകൽ അയാളുടെ 2 വാഹനത്തെയും 20-25 ആളുകൾ വളയുകയാണ്. എന്നിട്ട് തുടർച്ചയായി ഫയർ ചെയ്യാൻ തുടങ്ങി. രാജുപാലിന്റെ ശരീരത്തിൽ ഒരുപാട് വെടിയുണ്ടകൾ തുളച്ചു കയറി. അയാളെ വേഗം തന്നെ ഒരു ടെമ്പോയിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. ആ ഗുണ്ടകളാണെങ്കിൽ ആ ടെമ്പോയെ ഫോളോ ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് വന്ന് വീണ്ടും ബോംബുകൾ എറിയുകയും ഫയർ ചെയ്യുകയും ചെയ്തു. അന്ന് രാജ്പാലിന്റെ ശരീരത്തിൽ ടോട്ടൽ 19 വെടിയുണ്ടകൾ തുളച്ചു കയറി. അയാളുടെ മരണവും സംഭവിച്ചു. ഒരു MLA ആയ രാജ്പാലിനെ കൊന്നു എന്ന് ആളുകൾ അറിഞ്ഞപ്പോൾ BSPയുടെയും രാജ്പാലിന്റെയും സപ്പോർട്ടേഴ്സ് ആയിരുന്നവർ നിരത്തുകളിൽ ഇറങ്ങി വലിയ കലാപങ്ങൾ സൃഷ്ടിച്ചു. SP മുതൽ താഴേക്കുള്ള എല്ലാവരും സസ്പെൻഡ് ചെയ്തു. വെറും 9 ദിവസം കൊണ്ട് വിധവയായി മാറിയ പൂജ പാൽ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് ആതിഖ് അഹമ്മദ്, സഹോദരൻ അഷ്റഫ് കൂടാതെ മറ്റ് 7 ആളുകളുടെ പേരിൽ FIR ഫയൽ ചെയ്തു. ഈ കേസിൽ അധികം ഡെവലപ്മെന്റ്സ് ഒന്നും ഉണ്ടായില്ലെങ്കിലും ആ സെയിം സീറ്റിനു വേണ്ടി വീണ്ടും ബൈ ഇലക്ഷൻസ് നടന്നു. രാജു പാൽ കൊല്ലപ്പെട്ട അതേ സീറ്റിൽ അയാളുടെ ഭാര്യ പൂജ പാലിന് BSP ടിക്കറ്റ് കൊടുത്തു. ആതിഖ് അഹമ്മദിന്റെ സഹോദരൻ അഷ്റഫ് വീണ്ടും ആ സീറ്റിലേക്ക് പൂജ പാലിന് എതിരായി ഇലക്ഷന് നിന്നു. ഇത്തവണ അഷ്റഫ് തന്നെ വിജയിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ ഏരിയയുടെ MP ആതിഖ് അഹമ്മദും MLA അയാളുടെ സഹോദരൻ അഷ്റഫും UPയിൽ സമാജ്വാദി പാർട്ടി ഗവൺമെന്റുമായിരുന്നു. ആ ഒരു ടൈമിൽ ആതിഖ് അഹമ്മദിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട്. അയാളുടെ വർക്ക് ചെയ്യുന്ന രീതി വളരെ യുണീക്ക് ആയിട്ടുള്ളതായിരുന്നു. അയാൾ പൊളിറ്റീഷ്യൻസിന് വേണ്ടി കോൺട്രാക്ട് കൊലപാതകങ്ങൾ നടത്തിയിരുന്നുവെന്നും ഭൂമി പിടിച്ചെടുക്കുമായിരുന്നു, കൊള്ളയടിക്കൽ തുടങ്ങിയവയെല്ലാം അയാൾ നടത്തിയിരുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. അയാൾ ഇതെല്ലാം ഒരു ബിസിനസ് ചെയ്യുന്നത് പോലെയാണ് ചെയ്തിരുന്നത്. മറുവശത്ത് അയാൾ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കുന്നുണ്ട്. പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ വിവാഹത്തിന് 2 പാർട്ടിയും എത്ര വെച്ച് സ്ത്രീധനം കൊടുക്കണം, 2 സഹോദരങ്ങൾ തമ്മിൽ ഭൂമിയുടെ പേരിൽ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കുക എന്നിവയൊക്കെയായിരുന്നു. ആ സമയത്ത് ആതിഖിൻ്റെതായ ഒരു സെപ്പറേറ്റ് കോർട്ട് സിസ്റ്റം തന്നെ ഉണ്ടായിരുന്നു. തങ്ങളുടെ പ്രശ്നങ്ങളുമായി ഒരുപാട് ആളുകളും അയാളുടെ അടുത്തേക്ക് വരുമായിരുന്നു. ഒരു രീതിയിൽ പറഞ്ഞാൽ 2007 വരെ പ്രയാഗ്രാജിൽ ആതിഖിൻ്റെ ആധിപത്യം വളരെ നല്ല രീതിയിൽ തന്നെ നടന്നു പോയിരുന്നു. അങ്ങനെയിരിക്കെ 2007 മെയ് 13-ന് വീണ്ടും ഇലക്ഷൻസ് വന്നു. ഇത്തവണ സമാജ്വാദ് പാർട്ടിയെ തോൽപ്പിച്ച് BSP അധികാരത്തിലെത്തി UPയിൽ ഗവൺമെന്റ് രൂപീകരിച്ചു. മായാവതിയുടെ സൈഡിൽ നിന്നും രാജുപാലിന്റെ ഭാര്യ പൂജ പാൽ ആതിഖിന്റെ സഹോദരനെ തോൽപ്പിച്ച് ആ സെയിം സീറ്റിൽ നിന്നും വിജയിച്ചു. ഈ ഒരു സംഭവത്തോടെ 2006 വരെ അടിച്ചമർത്തപ്പെട്ട ഉമേഷ് പാലിനെ പോലുള്ളവർ ഇപ്പോൾ പുറത്തേക്ക് വന്നു. BSP ഗവൺമെന്റ് രൂപീകരിച്ചതും രാജു പാലിന്റെ കേസിലെ സാക്ഷിയും രാജു പാലിന്റെ സുഹൃത്തുമായിരുന്ന ഉമേഷ് പാൽ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു പറഞ്ഞു 2006-ൽ ആതിഖ് തന്നെ കിഡ്നാപ്പ് ചെയ്തിട്ട് തന്റെ മൊഴി മാറ്റി പറയണമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അന്നത്തെ ആ ഭീഷണിയിൽ പേടിച്ചാണ് ഒന്നും അറിയില്ല എന്ന് താൻ പറഞ്ഞത് എന്ന്. ഇത്ര നാളും ആതിഖിനു നേരെ ഒരുപാട് വലിയ കൊലപാതക കേസുകളുടെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഉമേഷ് പാൽ ഫയൽ ചെയ്ത ഈ കിഡ്നാപ്പിംഗ് കേസ് ആതിഖിനെ ഭാവിയിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടുന്ന ഒന്നായിരുന്നു. ഈയൊരു കേസ് കാരണമാണ് പിന്നീട് ആതിഖ് അഹമ്മദിന്റെ കൊലപാതകം വരെ നടന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. അങ്ങനെ ഉമേഷ് പാൽ കംപ്ലൈന്റ് കൊടുത്തതും ആതിഖ് ഒളിവിൽ പോയി. 2008-ൽ ഡൽഹിയിൽ ഒളിച്ചു കഴിയുകയായിരുന്ന ആതിഖിനെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്തു. അയാൾ ഡൽഹിയിലേക്ക് പോയി ഒളിവിൽ കഴിഞ്ഞതിന്റെ കാരണമായി പറയപ്പെടുന്നത് തന്നെ എങ്ങാനും അറസ്റ്റ് ചെയ്തിട്ട് എൻകൗണ്ടർ ചെയ്ത് കൊന്നുകളയുമോ എന്നൊരു പേടി അയാൾക്കുണ്ടായിരുന്നത് കൊണ്ടാണെന്നാണ്. ആതിഖ് അങ്ങനെ ഇപ്പോൾ ജയിലിലായി. പക്ഷെ ഇപ്പോഴും അയാൾ ഒരു MP തന്നെയായിരുന്നു. അയാളുടെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആ കേസ് ഇതുവരെ പ്രൂവ് ആയിട്ടുണ്ടായിരുന്നില്ല. ഈ സെയിം സമയത്ത് 2008-ൽ US-മായി ഇന്ത്യ ന്യൂക്ലിയർ ഡീൽ സൈൻ ചെയ്യാൻ പോവുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ഒരുപാട് ബഹളങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഡീല് നടത്താൻ സമ്മതിക്കില്ല എന്ന് ഒപ്പോസിഷൻ പറഞ്ഞു. അങ്ങനെ ഒരുപാട് ബഹളങ്ങൾക്ക് ശേഷം പാർലമെന്റിൽ വോട്ട് ചെയ്ത് ഈ കാര്യത്തിന് ഒരു പരിഹാരമുണ്ടാക്കുമെന്ന് തീരുമാനിക്കും. കൂടുതൽ വോട്ട് ഡീൽ സൈൻ ചെയ്യണം എന്നതിനാണ് കിട്ടുന്നതെങ്കിൽ ഡീല് നടക്കും, അല്ലെങ്കിൽ ഡീൽ സൈൻ ചെയ്യില്ല. ഈ ടൈമിൽ ഈ ഒരു ആവശ്യത്തിനു വേണ്ടി കോൺഗ്രസ് സമാജ്വാദി പാർട്ടിയുടെ സപ്പോർട്ടും ചോദിച്ചിരുന്നു. കോൺഗ്രസിന്റെ അടുത്ത് 228 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. വോട്ടിംഗ് ജയിക്കാൻ വേണ്ടി അവർക്ക് 44 മെമ്പേഴ്സിന്റെ കുറവുണ്ടായിരുന്നു. ഈ ഒരു പ്രശ്നം മറികടക്കാൻ വേണ്ടി എല്ലാ പാർട്ടിക്കാരും ഓരോരോ കണക്കുകൂട്ടലുകളിലായിരുന്നു. മെമ്പേഴ്സിന്റെ കുറവ് മറികടക്കാൻ വേണ്ടി വോട്ടിംഗ് നടക്കുന്ന ദിവസം 48 മണിക്കൂർ മുന്നേ ജയിലിൽ കിടക്കുന്ന 6 മെമ്പേഴ്സ് MP-മാരെ ജയിലിൽ നിന്നും പാർലമെന്റിലേക്ക് വിളിപ്പിച്ചു. അവരിൽ ഒരാൾ ആതിഖ് അഹമ്മദ് ആയിരുന്നു. ആതിഖും പാർലമെന്റിലേക്ക് ചെന്ന് ഈ ന്യൂക്ലിയർ ഡീലിന്റെ വോട്ടിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ന്യൂക്ലിയർ ഡീലിൽ ആതിഖ് അഹമ്മദും വോട്ട് ചെയ്തു എന്നുള്ളത് ഇപ്പോഴും റെക്കോർഡ്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒന്നാണ്.
ഒരു വശത്ത് ആതിഖ് അഹമ്മദിന്റെയും കൂട്ടരുടെയും പേരിൽ വഴിയിൽ കിടന്ന് തല്ലുണ്ടാക്കി ക്രൂഡ് ബോംബ് വരെ എറിഞ്ഞു എന്ന ആരോപണം നിലനിൽക്കുന്നു. മറുവശത്ത് ഇന്ത്യയുടെ ന്യൂക്ലിയർ ഡീലിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതും അവർ തന്നെ. ആ സമയത്ത് എല്ലാവരും വിചാരിച്ചു വെച്ചിരുന്നത് സമാജ്വാദി പാർട്ടി എന്തു പറയുന്നോ ആതിഖ് മിണ്ടാതെ അങ്ങനെ തന്നെ ചെയ്യുമെന്നാണ്. പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. സത്യം പറഞ്ഞാൽ നേരെ വിപരീതമായാണ് നടന്നത്. ആതിഖ് മുലായം സിംഗിനും കോൺഗ്രസിനും എതിരായി വോട്ട് ചെയ്തു. അതായത് ന്യൂക്ലിയർ ഡീലിന് എതിരായി വോട്ട് ചെയ്തു. ഈയൊരു പ്രവൃത്തിയിൽ കുപിതരായി സമാജ്വാദി പാർട്ടി ആതിഖ് അടക്കമുള്ള 6 MLA-മാരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. അത് കഴിഞ്ഞ് ആതിഖ് വീണ്ടും ജയിലിൽ തന്നെ ആയെങ്കിലും ഇപ്പോഴും കുറ്റകൃത്യം പ്രൂവ് ആയിട്ടില്ല. അങ്ങനെ കോർട്ടിൽ ഹിയറിംഗ് നടക്കുകയാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്നുവരെ ആതിഖിന്റെ പേരിൽ രജിസ്റ്റർ ആയിരിക്കുന്ന 100-ലധികം കേസുകളിൽ വെറും ഒരു കേസിൽ മാത്രമാണ് ആതിഖ് ഗിൽറ്റി ആണെന്ന് പ്രൂവ് ആയത്. അതാണ് ഉമേഷ് പാലിന്റെ തട്ടിക്കൊണ്ടുപോകൽ കേസ്. ഈ കേസ് പ്രൂവ് ആയതാകട്ടെ ആതിഖ് കൊല്ലപ്പെടുന്നതിന് കുറച്ചു ദിവസം മുന്നേ മാത്രമാണ്. അതിനു മുന്നേ അയാളുടെ പേരിലുള്ള ഒരു കേസ് പോലും കോർട്ടിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല. കാരണം ഒരു സാക്ഷി പോലും അയാൾക്കെതിരെ മുന്നോട്ട് വരാൻ തയ്യാറല്ലായിരുന്നു. ഇനി മുന്നോട്ട് സാക്ഷി പറയാൻ വന്നാലും ആ വ്യക്തി പിന്നീട് എങ്ങനെയോ മൊഴി മാറ്റി പറയുമായിരുന്നു. അല്ലെങ്കിൽ ആ സാക്ഷി പറയാൻ വന്നിരിക്കുന്ന ആൾ ഏതെങ്കിലും രീതിയിൽ മരണപ്പെടുമായിരുന്നു. ഇൻഫാക്ട് ആ സമയത്തൊരു റൂമർ ഉണ്ടായിരുന്നത് ആതിഖിനെ വിലങ്ങണിയിക്കാനും ജയിലിൽ എവിടേക്കെങ്കിലും കൊണ്ടുപോകാനുമൊക്കെ ഡ്യൂട്ടി ഉണ്ടായിരുന്ന പോലീസുകാർ പേടി കാരണം തങ്ങളുടെ നെയിം ടാഗ് ഊരി പോക്കറ്റിൽ ഒളിച്ചു വെക്കുമായിരുന്നു എന്നാണ്. ആതിഖ് അഹമ്മദിന് തങ്ങളുടെ പേരെങ്ങാനും മനസ്സിലായാലോ എന്നവർ ഭയന്നിരുന്നു. അത്രയ്ക്ക് വലിയൊരു ഭീകരനായിരുന്നു അയാൾ. ആ സമയത്ത് 10 ജഡ്ജിമാർ ആതിഖിന്റെ കേസ് ഹിയർ ചെയ്യുന്നത് പോലും നിരസിച്ചു. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് അയാളുടെ കേസുകൾ ഒന്നും തന്നെ പ്രൂവ് ആയിരുന്നില്ല. ഒരു കുറ്റവും പ്രൂവ് ആകാത്തത് കൊണ്ട് തന്നെ അയാൾക്ക് ഇലക്ഷനിൽ മത്സരിക്കാനും കഴിഞ്ഞിരുന്നു. അങ്ങനെ ആതിഖ് 2009 അപ്നാദൾ എന്ന പാർട്ടിയിൽ നിന്നും ഇലക്ഷനിൽ വീണ്ടും മത്സരിച്ചു. പക്ഷെ അയാൾ തോറ്റുപോയി. 2012 ജാമ്യത്തിൽ പുറത്തു വന്ന് വീണ്ടും ഇലക്ഷനിൽ മത്സരിച്ചു. ഇത്തവണ രാജുപാലിന്റെ ഭാര്യ പൂജാപാലിന് എതിരായാണ് മത്സരിച്ചത്. പക്ഷെ അയാൾ പൂജാപാലിനോടും തോറ്റു. 2014 മുലായം സിംഗ് യാദവ് ആതിഖിന് വീണ്ടും ടിക്കറ്റ് കൊടുത്തു. ഈയൊരു കാരണവുമായി ബന്ധപ്പെട്ട് മകൻ അഖിലേഷ് യാദവ് അച്ഛൻ മുലായം സിംഗ് യാദവുമായി അന്ന് വഴക്കുണ്ടായിരുന്നു. ആതിഖിന് ടിക്കറ്റ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാണ് വഴക്കുണ്ടായത് എന്നാണ് പറയുന്നത്. വലിയൊരു വഴക്കുണ്ടായെങ്കിലും ആതിഖിന് തന്നെ ടിക്കറ്റ് കൊടുത്തു. പക്ഷേ ആ ഇലക്ഷനിലും അയാൾ പരാജയപ്പെട്ടു. ഇതുപോലെ തുടരെ ഇലക്ഷൻസ് തോറ്റപ്പോൾ ആതിഖിന്റെ ഉള്ളിൽ പൊളിറ്റീഷ്യൻസിനോടുള്ള ആ ഇൻട്രസ്റ്റ് വല്ലാതെ കുറഞ്ഞു വന്നു. കാരണം മുന്നത്തെ പോലുള്ള പവർ ഇപ്പോൾ അയാൾക്കില്ല. എന്നിരുന്നാലും എപ്പോഴൊക്കെ ആതിഖ് ജാമ്യത്തിൽ പുറത്തു വന്നിരുന്നോ അപ്പോഴെല്ലാം അയാൾ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നു. അടുത്തുള്ള സ്ഥലങ്ങളിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നോ അതൊക്കെ അയാൾ പരിഹരിക്കുമായിരുന്നു. ഇതിനൊക്കെ ശേഷം വീണ്ടും ആതിഖിന് ഒരു തെറ്റുപറ്റി. അതുകാരണം അയാൾ വീണ്ടും ജയിലിലായി. അയാൾക്ക് ജാമ്യത്തിൽ പുറത്തിറങ്ങാൻ പോലും പറ്റിയില്ല. അലഹാബാദിൽ സാം ഹിഗിൻ ബോട്ടം യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റിയുണ്ട്. 2016 ഡിസംബറിൽ അവിടുത്തെ സ്റ്റാഫ് 2 പയ്യന്മാരെ എക്സാമിൽ ചീറ്റ് ചെയ്യാൻ നോക്കിയതുകൊണ്ട് എക്സാം എഴുതാൻ അനുവദിച്ചില്ല. ഈയൊരു പ്രശ്നം ആതിഖിന്റെ ചെവിയിലെത്തി. ആതിഖ് ഒരു വലിയ ജനക്കൂട്ടത്തെയും കൂട്ടിക്കൊണ്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് ചെന്ന് അവിടുത്തെ ടീച്ചേഴ്സിനെയും മറ്റ് സ്റ്റാഫുകളെയും മർദ്ദിക്കാൻ തുടങ്ങി. ഇതിന്റെ വീഡിയോ എല്ലായിടത്തും വൈറലായി. ഈയൊരു പ്രശ്നം കാരണം ആതിഖിനെ വീണ്ടും 2017 ഫെബ്രുവരിയിൽ അറസ്റ്റ് ചെയ്തു. ഈ കേസിനൊപ്പം തന്നെ രാജുപാൽ കേസിന്റെ അന്വേഷണവും CBI നടത്തുന്നുണ്ടായിരുന്നു. 2017 മാർച്ച് 19 യോഗി ആദിത്യനാഥ് CM ആയി. അപ്പോഴും ആതിഖ് ജയിലിൽ കിടന്നുകൊണ്ട് തന്റെ ബിസിനസ് നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ലക്നൌവിൽ മോഹിത് ജയ്സ്വാൾ എന്ന് പറഞ്ഞ ഒരു ബിസിനസ്മാൻ ഉണ്ടായിരുന്നു. 2018 അയാളെ ആരൊക്കെയോ ചേർന്ന് പിടിച്ചുകൊണ്ടുപോയി ഡിയോറിയോ ജയിലിൽ ആതിഖിന്റെ മുന്നിലെത്തിച്ചു. അവിടെ വെച്ച് മോഹിത് ജയ്സ്വാളിനെ കൊണ്ട് എന്തൊക്കെയോ പേപ്പേഴ്സ് ഫോഴ്സ് ഉപയോഗിച്ച് സൈൻ ചെയ്തു വാങ്ങിച്ചു. എന്നിട്ട് ആ ജയിലിൽ വെച്ച് അയാളെ ക്രൂരമായി ആളുകൾ മർദ്ദിച്ചു. പോലീസുകാർ വരെ അയാളെ തല്ലിയ കൂട്ടത്തിലുണ്ടെന്നാണ് പറയുന്നത്. ഈ നടന്ന കാര്യങ്ങളിൽ പോലീസിന്റെ സഹായവും ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാകും. മോഹിത് ജയ്സ്വാൾ ആ ജയിലിൽ നിന്നും പുറത്തിറങ്ങി കഴിഞ്ഞ് തന്റെ 40 കോടിയുടെ കമ്പനി ആതിഖ് അയാളുടെ ഫാമിലിയുടെ പേരിലേക്ക് ഫോഴ്സ്ഫുള്ളി എഴുതി വാങ്ങിയെന്ന് പറഞ്ഞ് പോലീസിൽ പോയി FIR രജിസ്റ്റർ ചെയ്തു. മോഹിത് ആ പേപ്പേഴ്സ് സൈൻ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ ജയിലിലേക്ക് പിടിച്ചുകൊണ്ടുവന്ന് ക്രൂരമായി മർദ്ദിച്ച് ഡോക്യുമെന്റ്സ് ഒപ്പിടിച്ചു എന്ന് മോഹിത് പറയുന്നുണ്ട്. പോലീസുകാരും ഇതിൽ ആരോപണ വിധേയരാണ്. ഈ ഒരു ഇൻസിഡന്റോടുകൂടി ആതിഖിന്റെ നെറ്റ്വർക്ക് ഒരുപാട് സ്ട്രോങ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞിരുന്നു. ഈവൻ ജയിലിൽ പോലും അയാളെ ആർക്കും നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ഇതെല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടി 2019 സുപ്രീം കോർട്ട് ആതിഖ് അഹമ്മദിനെ സബർമതി ജയിലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഈ സമയത്ത് CBI രാജുപാൽ കേസിന്റെ അന്വേഷണം നടത്തുകയായിരുന്നല്ലോ. ആ അന്വേഷണം 2022 അവസാനിച്ചു. രാജുപാലിന്റെ കൊലപാതക കേസിൽ CBI മൊത്തം 5 ആളുകളുടെ പേരാണ് മെൻഷൻ ചെയ്തത്. അതിൽ 2 പേർ ആതിഖ് അഹമ്മദും സഹോദരൻ അഷ്റഫുമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ CBI ഉമേഷ് പാലിനെ വിറ്റ്നസ് ലിസ്റ്റിൽ നിന്നും റിമൂവ് ചെയ്തിരുന്നു.
ഉമേഷ് പാലിന്റെ മൊഴി പലതവണ ചേഞ്ച് ആയതുകൊണ്ടാണ് അയാളുടെ പേര് ലിസ്റ്റിൽ നിന്നും മാറ്റിയത്. അതായത് ഒഫീഷ്യലി ഉമേഷ് പാൽ ഒരു വിറ്റ്നസ് അല്ല. ഉമേഷ് പാൽ ഒഫീഷ്യലി ഒരു വിറ്റ്നസ് അല്ലാതായതുകൊണ്ട് ആത്തിക്കിന്റെയും ആളുകളുടെയും പേടിയില്ലാതായിരുന്നു. 2023 ഫെബ്രുവരി 24 വരെ ആത്തിക്കിന്റെ ഈ കേസ് വളരെ ശാന്തമായി തന്നെ ഇരിക്കുകയായിരുന്നു. ആത്തിക്കാണെങ്കിൽ ജയിലിൽ സുഖമായി കഴിഞ്ഞു വരികയുമാണ്. പക്ഷേ 2023 ഫെബ്രുവരി 24 ഒരു ഒഫീഷ്യൽ വിറ്റ്നസ് പോലും അല്ലാത്ത ആത്തിക്കിന് ഒരു ത്രെട്ടുമല്ലാത്ത ഉമേഷ് പാൽ തന്റെ ഗണ്ണറിനൊപ്പം കോർട്ടിൽ നിന്നും ഹിയറിംഗ് കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് കയറാൻ വേണ്ടി വണ്ടിയിൽ നിന്നും ഇറങ്ങിയതും അയാളുടെ നേരെ 7 പേർ ഫയർ ചെയ്യാനും ബോംബെറിയാനും തുടങ്ങി. ഈ നടന്ന ആക്രമണത്തിൽ ഉമേഷ് പാലും അയാളുടെ ഗണ്ണറും കൊല്ലപ്പെട്ടു. അതുകൂടാതെ ഈ അതിക്രമം ഉമേഷ് പാലിന്റെ സ്വന്തം അമ്മയുടെ മുന്നിലാണ് നടന്നത്. ആ അമ്മ അങ്ങനെ ഈ മുഴുവൻ കാര്യങ്ങളുടെയും സാക്ഷിയായി. ഈ ആക്രമണം നടന്നതിന് അടുത്ത ദിവസം ഉമേഷ് പാലിന്റെ ഭാര്യ ജയ പാൽ സ്റ്റേഷനിലേക്ക് ചെന്ന് ഉമേഷ് പാലിനെ കൊലപ്പെടുത്തിയെന്നും കൂടാതെ തന്നെയും കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞ് കോള് വന്നുവെന്നും കംപ്ലൈന്റ് ഫയൽ ചെയ്തു. ആത്തിക് അഹമ്മദ്, അയാളുടെ സഹോദരൻ, ആത്തിക്കിന്റെ വൈഫ്, ആത്തിക്കിന്റെ 2 ആൺമക്കൾ കൂടാതെ മറ്റ് 11 പേരുടെ പേരുകളും ജയപാൽ FIRൽ പറഞ്ഞിട്ടുണ്ട്. FIRൽ പേരുൾപ്പെട്ടവരെല്ലാം വലിയ പ്രശ്നത്തിലായിരിക്കുകയാണ്. കാരണം ഇവരെയെല്ലാം മണ്ണോട് മണ്ണാക്കുമെന്ന് UP CM പാർലമെന്റിൽ പറഞ്ഞു കഴിഞ്ഞിരുന്നു. ആത്തിക്കും അഷ്റഫും ഓൾറെഡി പോലീസിന്റെ പക്കൽ തന്നെ ഉണ്ടല്ലോ. ആത്തിക് സബർമതി ജയിലിലും അഷ്റഫ് ബറേലി ജയിലിലും. ബാക്കിയുള്ള മുഴുവൻ ആളുകളും ഒളിവിൽ പോയി. ആക്രമണത്തിന്റെ ഫുട്ടേജ് UPയിൽ മുഴുവൻ പട്ടാപ്പകൽ വെടിവെപ്പ് നടക്കുന്നുവെന്ന് പറഞ്ഞ് വലിയ തോതിൽ വൈറലായി. ഈ സമയം പോലീസിന് ഉമേഷ് പാലിനെ ഷൂട്ട് ചെയ്യുന്ന CCTV ഫുട്ടേജസ് കിട്ടി. പോലീസ് ഈ CCTV ഫുട്ടേജ് സ്കാൻ ചെയ്ത് അതിൽ ടോട്ടൽ 7 പേരെ ഐഡന്റിഫൈ ചെയ്തു. ആ 7 പേർ ആത്തിക്കിന്റെ മഹൻ അസദ്, ഡ്രൈവർ അർബാസ്, ഉമേഷ് പാലിന് നേരെ ആദ്യ വെടിയുതിർത്ത ഉസ്മാൻ, ഗുലാം, ഗുഡു മുസ്ലിം, അർമാൻ, സാബിർ എന്നിവരാണെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ഫെബ്രുവരി 24 ഈ സംഭവം നടക്കുന്നത്. അതിന് 3 ദിവസങ്ങൾക്ക് ശേഷം ഫെബ്രുവരി 27 പ്രതികൾക്ക് നേരെ ആദ്യ എൻകൗണ്ടർ നടന്നു. ഉമേഷ് പാലിന്റെ ഇൻസിഡന്റിൽ ആക്രമികളുടെ ഡ്രൈവറായിരുന്ന അർബാസ് പ്രയാഗ്രാജിലെ നെഹ്റു പാർക്കിൽ പോലീസുകാരുടെ എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടു. ഇനി ആ 7 പേരിൽ 6 പേർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് മാർച്ച് 6 ഉസ്മാന്റെ നമ്പർ വന്നു. അയാൾ വിജയ് ചൗധരി എന്ന പേരിലും പോപ്പുലർ ആയിരുന്നു. അയാളെയും പ്രയാഗ്രാജിൽ എൻകൗണ്ടറിൽ വധിച്ചു. എൻകൗണ്ടർ നടത്തിയ ശേഷം പോലീസ് പറഞ്ഞത് ഉസ്മാൻ ഓടിപ്പോകാൻ നോക്കുകയായിരുന്നു, അങ്ങനെ അയാൾക്ക് വെടിയേറ്റു. ഞങ്ങൾ ഇയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും അവിടെ വെച്ച് അയാൾ മരിച്ചു എന്നാണ്. പക്ഷേ ഉസ്മാന്റെ ഭാര്യ നേരെ മറിച്ചാണ് പറഞ്ഞത്. തിങ്കളാഴ്ച രാവിലെ പോലീസ് ഉസ്മാനെ വണ്ടിയിൽ കൂട്ടിക്കൊണ്ടുപോയി, എന്നിട്ട് ഒരു ഫേക്ക് എൻകൗണ്ടറിൽ കൊന്നുവെന്നാണ് ഭാര്യ പറയുന്നത്. ഇനി ആ 7 പേരിൽ 5 പേരാണ് ബാക്കിയുള്ളത്. ഈ സമയം സബർമതി ജയിലിൽ കഴിയുകയായിരുന്ന ആത്തിക്കിന് കോടതി മാർച്ച് 28 ഉമേഷ് പാലിന്റെ കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ആത്തിക്കിന് ശിക്ഷ കിട്ടുന്ന ആദ്യത്തെ കേസാണിത്. ഇയാളുടെ പേരിൽ 100-ലധികം കേസുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അയാളുടെ മേൽ ആരോപിച്ച കുറ്റം തെളിഞ്ഞ ആദ്യ കേസ് ഇതാണ്. ഇപ്പോൾ പറഞ്ഞ ഈ വിധിയുടെ ഹിയറിംഗിന് വേണ്ടി ആത്തിക്കിനെ സബർമതി ജയിലിൽ നിന്നും UPയിലേക്ക് കൊണ്ടുപോവുകയാണ്. അയാളുടെ സഹോദരൻ അഷ്റഫിനെ ബറേലി ജയിലിൽ നിന്നും പ്രയാഗ്രാജിലേക്കും. ആത്തിക്കിനെ സബർമതിയിൽ നിന്നും UPയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഒരു നിമിഷം പോലും മീഡിയാസ് ആത്തിക്കിന്റെ അടുത്തൊന്നും മാറിയിരുന്നില്ല. ആത്തിക്കിനെ ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറ്റുന്നതും അത്ര ചെറിയ കാര്യമൊന്നുമല്ലായിരുന്നു. അയാളെ സബർമതി ജയിലിൽ നിന്നും UPയിലേക്ക് കൊണ്ടുവന്നതിന് മാത്രം 10 ലക്ഷത്തിന്റെ ചിലവുണ്ടായി. അങ്ങനെ ആത്തിക്കിനെയും അഷ്റഫിനെയും പ്രയാഗ്രാജിലെ ജയിലിലേക്ക് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് 2023 ഏപ്രിൽ 13 ആ ബാക്കിയുള്ള 5 പേരിൽ ആത്തിക്കിന്റെ മകൻ അസദ് അഹമ്മദിനെയും ഗുലാമിനെയും ഏപ്രിൽ 13 ഝാൻസിയിൽ നടന്ന എൻകൗണ്ടറിൽ വധിച്ചു. ആത്തിക്കിന് 5 ആൺമക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ഉമർ ആയിരുന്നു മൂത്തയാൾ. അയാൾ ഇപ്പോൾ ലക്നൗ ജയിലിലാണുള്ളത്. 2ാമത്തെ മകൻ അലി പ്രയാഗ്രാജിലെ നെയ്നി സെൻട്രൽ ജയിലിലാണ്. 3ാമത്തെ മകൻ അസദിനെയാണ് എൻകൗണ്ടറിൽ വധിച്ചത്. അയാളുടെ ഇളയ 2 മക്കളായ അഹസം, അബാൻ എന്നിവർ ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ കുട്ടികളായിരുന്നു. അവരെയും UP പോലീസ് അറസ്റ്റ് ചെയ്ത് പ്രയാഗ്രാജിലെ ജുവനൈൽ ഹോമിലാക്കി. ഇപ്പോൾ അവരെ ജുവനൈൽ ഹോമിൽ നിന്നും മാറ്റി അമ്മയുടെ സഹോദരിയുടെ കെയർ ഓഫിൽ പ്രയാഗ്രാജിൽ പാർപ്പിച്ചിരിക്കുകയാണ്. അവരുടെ മേൽ എപ്പോഴും പോലീസിന് ശക്തമായ സർവൈലൻസ് ഉണ്ട്. ആത്തിക്കിന്റെ വൈഫ് ഷെയ്സ്ത പർവീൻ 2023 മുതൽ ഒളിവിലാണ്. ആത്തിക് അഹമ്മദിന്റെ 11,000 കോടിയുടെ വസ്തുക്കൾ സീസ് ചെയ്തു. അയാളുടെ വീട് ബുൾഡോസർ കൊണ്ട് നശിപ്പിച്ചും കളഞ്ഞു. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ആത്തിക്കിന്റെ ഭാര്യ CM യോഗി ആദിത്യനാഥിന് തന്റെ ഭർത്താവിനെ എൻകൗണ്ടറിൽ വധിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് കത്തെഴുതിയിരുന്നു. അതിനു പുറമെ ആത്തിക് തന്നെ പറഞ്ഞിരുന്നു തന്നോട് ഒരു പോലീസുകാരൻ നിങ്ങളെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന്. ആ സമയത്ത് ആത്തിക് തന്നെ ഭീഷണിപ്പെടുത്തിയ ആ പോലീസുകാരന്റെ പേരെഴുതി ഒരു സീൽഡ് എൻവലപ്പിലാക്കി തന്റെ ലോയറിന് കൊടുത്തിരുന്നു. തനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ കത്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ചീഫ് ജസ്റ്റിസ് ഓഫ് UP ഹൈക്കോടതി, UP CM എന്നിവർക്ക് കൊടുക്കണമെന്ന് അയാൾ പറഞ്ഞേൽപ്പിച്ചിരുന്നു.
ഈ കത്തിനെ ചുറ്റിപ്പറ്റിയും അതായത് ആരുടെ പേരാണ് അതിലുള്ളതെന്ന് പറഞ്ഞ് ഒട്ടേറെ ബഹളങ്ങൾ നടന്നിരുന്നു. പക്ഷെ ഇന്നുവരെയും ആ കത്തിലുള്ള പേര് ആരുടേതാണെന്ന് പുറത്തു വന്നിട്ടില്ല. അങ്ങനെ അന്ന് ഉമേഷ് പാലിനെ കൊന്ന 7 പേരിൽ 4 പേരുടെ എൻകൗണ്ടർ നടന്നു കഴിഞ്ഞു. ബാക്കിയുള്ള 3 പേർ ഗുഡു മുസ്ലിം, അർമാൻ, സാബിർ ഇവർ ഒളിവിൽ പോയി. ഇന്നുവരെ അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവരെ പിടിക്കുന്നവർക്ക് 5 ലക്ഷം ഇനാമായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ആതിഖിന്റെ മകൻ അസദിന്റെ എൻകൗണ്ടർ നടന്ന ഏപ്രിൽ 13 അടുത്ത ദിവസം അസദിന്റെ ബോഡി കസാരി മസാരി എന്ന അവരുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. അവിടെയാണ് ആതിഖ് അഹമ്മദ് ജനിച്ചു വളർന്നത്. അസദിന്റെ അവസാന കർമ്മങ്ങളെല്ലാം അവിടെ വെച്ചാണ് നടത്തിയത്. അവിടെ നിന്നും കുറച്ചു ദൂരെ ധൂമൻഗഞ്ച് പോലീസ് സ്റ്റേഷനിലായിരുന്നു ആതിഖും സഹോദരൻ അഷ്റഫും ഉണ്ടായിരുന്നത്. പക്ഷെ അവരെ ഗ്രാമത്തിലേക്ക് പോകാൻ അനുവദിച്ചില്ല. ജയിലിൽ കിടക്കുന്ന ആതിഖിനും അഷ്റഫിനും റെഗുലർ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടാകണമെന്ന കോടതി ഉത്തരവുണ്ടായിരുന്നു. അവരെ ഓഫീസേഴ്സ് മർദ്ദിക്കുകയോ മറ്റു ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിരുന്നു ഇത്. അങ്ങനെ അതിനുവേണ്ടി തൊട്ടടുത്ത ദിവസം, അതായത് ഏപ്രിൽ 15 ഇവരെ 2 പേരെയും രാത്രി 10 മണിയോടെ കോൾവിൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ധൂമൻഗഞ്ച് സ്റ്റേഷനിൽ നിന്നും വെറും 10 മിനിറ്റ് ദൂരം മാത്രമേ ഹോസ്പിറ്റലിലേക്കുള്ളൂ. ഹോസ്പിറ്റലിന് മുന്നിലായി ഇവരുടെ വാഹനം നിർത്തി. എന്നിട്ട് അവർ വാഹനത്തിൽ നിന്നും ഇറങ്ങി നടന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയായിരുന്നു. എപ്പോഴത്തെയും പോലെ കുറെ മീഡിയാസ് വന്ന് അവരെ പൊതിയുന്നുണ്ട്. പക്ഷെ അതിൽ 3 പേർ ഫേക്ക് ജേർണലിസ്റ്റ് ആയിരുന്നു. ആ 3 പേർ ആതിഖിനെയും അഷ്റഫിനെയും ഷൂട്ട് ചെയ്ത് കൊന്നുകളഞ്ഞു. ഇതിന്റെ വീഡിയോസ് പലരും കണ്ടു കാണും. ഈ നടന്ന സംഭവം മുഴുവനും TV-യിൽ ലൈവ് ടെലികാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം റിയൽ മീഡിയാസിന്റെ ഒപ്പമാണല്ലോ ആ 3 പേരും വന്നത്. ഇനിയുള്ള ചോദ്യം ഇതാണ്: ആ 3 പേർ ആരായിരുന്നു? അവരെന്തിനാണ് ആതിഖിനെയും സഹോദരനെയും കൊന്നത്? ആ 3 പേരിൽ ഒരാളുടെ പേര് ലവ്ലേഷ് തിവാരി എന്നാണ്. രണ്ടാമത്തെ ആളുടെ പേര് മോഹിത്, സണ്ണി എന്നും അയാളെ വിളിക്കും. മൂന്നാമത്തെ ആൾ അരുൺ മൗര്യ. ഇവരെ 3നെയും പോലീസ് പിടിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് ക്രൈമിന്റെ വേൾഡിൽ ഒരു പേര് സമ്പാദിക്കണമായിരുന്നു, ഫേമസ് ആകണമായിരുന്നു. അതിനുവേണ്ടി തങ്ങൾ വലിയൊരാളെ തന്നെ കൊല്ലാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ആതിഖിനെയും അഷ്റഫിനെയും കൊന്നത് എന്നാണ്. പക്ഷേ പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ മനസ്സിലായത് ഇവർ 3 പേരും പല സ്ഥലങ്ങളിലാണ് താമസിച്ചിരുന്നത്. ഇവർ ഇതിനു മുൻപ് പരസ്പരം കണ്ടിട്ട് പോലും ഇല്ലെന്നാണ്. സണ്ണിയും ലവ്ലേഷും മാത്രം 2021 ബാന്ദ ജയിലിൽ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവർ തമ്മിൽ പരസ്പരം ഒരു കോണ്ടാക്റ്റും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവർ മൂവരും ഈ ഒരു കാര്യത്തിനായി എങ്ങനെ ഒന്നിച്ചു? രണ്ടാമത്തെ കാര്യം, ഇവരെല്ലാം ദരിദ്രരാണ്. ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പോലും കീറി പഴകിയതായിരുന്നു. അങ്ങനെയുള്ള ഇവരുടെ പക്കൽ US കോസ്റ്റ് ഗാർഡും ഫിലിപ്പീൻസ്, മലേഷ്യൻ പോലീസും ഉപയോഗിക്കുന്ന 6-7 ലക്ഷം വില വരുന്ന ഹെവി കാലിബർ സിഗാന ടർക്കിഷ് പിസ്റ്റൾ എങ്ങനെ വന്നു? ഒരു ഫേക്ക് ക്യാമറയും മൈക്കും വാങ്ങാനുള്ള പണം ഇവരുടെ കൈവശം എവിടെ നിന്നും കിട്ടി? സമയം മാറ്റി രാത്രി 10:30 തന്നെ ആതിഖിനെയും അഷ്റഫിനെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമെന്ന് എങ്ങനെ മനസ്സിലായി? ആദ്യം ഇവർ ഡൽഹിയിൽ ഒന്നിച്ച് അവിടെ വെച്ച് പ്ലാനിംഗ് നടത്തി. പിന്നീടാണ് പ്രയാഗ്രാജിലേക്ക് വന്നത്. അപ്പോൾ ഹോട്ടലിൽ താമസിച്ചതിൻ്റെതുപോലുള്ള ചിലവുകളുടെ പണം ഇവർക്ക് എവിടെ നിന്നും കിട്ടി? ഈ 3 പേരുടെയും കുടുംബക്കാർക്ക് ഇവർ എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. വീട്ടുകാരും ഡയറക്റ്റ് TV വഴിയാണ് ഇവരാണ് ഇതെല്ലാം ചെയ്തത് എന്ന് അറിഞ്ഞത്. ഇവരെ ആരാണ് ഒന്നിച്ചു കൂട്ടിയത്, എന്തിനാണ് ഇവർ ഇങ്ങനെ ചെയ്തത് എന്നതിന് വ്യക്തമായ മറുപടിയില്ല. ഫെയിമിന് വേണ്ടി ചെയ്തതാണെന്നാണ് പറയുന്നത്. ഇവർ 3 പേരുടെയും പേരിൽ കൊലപാതകത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തി എവിഡൻസസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ. ഉത്തർപ്രദേശ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഇന്റർ സർവീസ് ഇന്റലിജൻസ് ISI, തീവ്രവാദ സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബ എന്നിവയുമായി തനിക്ക് ബന്ധമുണ്ടെന്ന് ആതിഖ് അഹമ്മദ് സമ്മതിച്ചതായി റിപ്പോർട്ടുണ്ട്. തനിക്ക് ആയുധങ്ങളുടെ സ്ഥിരമായ സപ്ലൈക്ക് ആക്സസ് ഉണ്ടെന്നും തനിക്ക് അവ പാകിസ്ഥാനിൽ നിന്നും പഞ്ചാബ് ബോർഡർ വഴിയാണ് ലഭിച്ചിരുന്നതെന്നും അയാൾ പറഞ്ഞിട്ടുണ്ട്. ജമ്മു കശ്മീരിൽ പ്രവർത്തിക്കുന്ന ഭീകരർ ആതിഖിന്റെ ഈ നെറ്റ്വർക്കിലൂടെയാണ് ആയുധങ്ങൾ കൈവശമാക്കിയിരുന്നതെന്നും അന്വേഷണത്തിൽ ആരോപിക്കപ്പെട്ടിരുന്നു. വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.